ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിയോണാസ് വേൾഡ്. നമ്മൾ ഷോർട്സിൽ കാണിച്ചതുപോലെ റാന്നിയിൽ വന്നിരിക്കുകയാണ് ഗായ്സ്. ഞങ്ങൾ താഴോട്ട് നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പിറകിൽ നിന്നൊരു ഹോൺ കേട്ടത്. അത് മുറ്റത്തൊരു മൈനയല്ലായിരുന്നു ഗായ്സ്, അത് എൻ്റെ അനിയനാണ് വരുന്നത്. അവനിവിടെ ഇല്ലായിരുന്നു, അവൻ ഗൾഫിലായിരുന്നു. 2 ദിവസമായിട്ടുള്ള അവൻ നാട്ടിൽ വന്നിട്ട്. അപ്പോൾ അവനെ കാണാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതവൻ്റെ വൈഫാണേ. പിന്നെ അന്നു മുന്നോട്ട് നടന്നതാണ്. അവനെ കണ്ടപ്പോൾ തിരിഞ്ഞ് ഓടിയതാണ്, അവൻ്റെ തോളത്തൊക്കെ ചാടി കയറി. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് നിന്ന് റീൽസൊക്കെ എടുത്തു. അപ്പോൾ വീട്ടിൽ വന്ന് കയറിയത് ഉച്ചയായപ്പോഴാണ് വീട്ടിൽ വന്നത്. അപ്പോൾ തന്നെ പെട്ടെന്ന് എനിക്ക് വിശപ്പായി. ഉച്ചയെന്നല്ല, വീട്ടിൽ വരുമ്പോൾ പൊതുവേ എനിക്ക് എപ്പോഴും വിശപ്പൊക്കെ ഉണ്ടാകാറുണ്ട്. എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെ ആയിരിക്കും അല്ലയോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ തന്നെ അങ്ങ് കഴിച്ചു. അതിന് ശേഷം അമ്മയും അവനും ഒക്കെ കഴിക്കുകയാണ്. അവൻ മക്കൾക്കൊക്കെ 2 പേർക്കും വാരി കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ അവളും കഴിക്കുന്നുണ്ട്. അവർ ഭയങ്കര ഡിസ്കഷനാണ്, ബിരിയാണി ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് ഗൈസ്. അപ്പം ഇതാണ് ഗൈസ് തെറ്റാലി. തെറ്റാലിയുടെ ഉപയോഗം എന്താണെന്ന് എൻ്റെ മോൾക്കറിയില്ല. അമ്മ അപ്പോൾ അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഒരു കല്ല് താഴോട്ട് എറിഞ്ഞു വിട്ടിട്ടുണ്ട്. അത് ആരുടെ തലയിൽ പതിച്ചു എന്ന് ദൈവത്തിനറിയാം. അവർ കടയിൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാൻ ഇറങ്ങിയതാണ്. പിന്നെ തോർച്ചയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൂട്ടിൽ നിന്ന് മണിക്കുട്ടിയെയും പൊന്നിനെയും പൊന്നിയൊക്കെ അഴിച്ച് അയ്യത്തേക്ക് കെട്ടിയിട്ടുണ്ട്. അയ്യോ എന്ന് പറയുന്നത് ഇവിടെ പറമ്പിനാണ്. പത്തനംതിട്ട ജില്ലയിൽ പൊതുവെ അയ്യം എന്നാണ് സാധാരണ എല്ലാവരും പറയാറുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊക്കെ അയ്യം എന്നാണ് പറയാറുള്ളത്. ഇത് സ്വീറ്റ്സാണേ, അവൻ കൊണ്ടുവന്നതാണേ. കണ്ടോ, ഇത് കല്ലുമിഠായി. ഇത് അക്വേറിയത്തിലിടുന്ന കല്ലുകളാണ്. ആ കല്ലുകൾ പോലെ ഉണ്ടല്ലേ ഇത്, പക്ഷേ ഇത് സ്വീറ്റ്സാണ്. പിന്നെ ചോക്ലേറ്റ്സ്, ഇതെല്ലാം കഴിച്ചു തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയാണ് നമ്മളിങ്ങോട്ട് വന്നത്. അങ്ങനെ വൈകുന്നേരമായി. അവർ കടയിൽ നിന്നൊക്കെ വന്നിട്ട് അവൾ മുറ്റം അടിക്കാനൊക്കെ ഇറങ്ങി. ഇത് നമ്മുടെ ബ്രദറാണേ, കുക്കു. പിന്നെ അവൻ പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ദം ബിരിയാണിയാണ് ഗൈസ് ഉണ്ടാക്കിയത്. പിന്നെ അവൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അവൻ ഷെഫാണ്. അവൻ്റെ പ്രൊഫഷൻ ഷെഫാണ്. അവൻ നല്ലൊരു കുക്കാണേ. മാത്രമല്ല ഉണ്ടാക്കുന്ന ബിരിയാണിക്കൊക്കെ അപാര ടേസ്റ്റാണ്. നല്ലൊരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ അവനോട് പറഞ്ഞാൽ അവനങ്ങനെ ഉണ്ടാക്കി തരാറൊന്നുമില്ല. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കും. അടിപൊളിയാണേ. കണ്ടില്ലേ, അത് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാകുമെന്നൊരു പക്ഷേ കാണുന്നവർക്ക് മനസ്സിലാകുമായിരിക്കും. അങ്ങനെ ഈ വിളമ്പി കൂട്ടുന്നത് ഞാനാണ്. ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ അത് പൊട്ടിച്ചപ്പോൾ തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് പകർന്ന് കഴിക്കാനുള്ള ആവേശത്തിൽ ഓടി വന്ന് കഴിക്കാനിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. കൈ പൊള്ളിയിട്ട് മേല. അപ്പോൾ എന്നിട്ടും അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് വേഗം തന്നെ വായി വെച്ചു. എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് സൂപ്പറാണെന്നൊക്കെ. അത് വീഡിയോയിൽ കാണിച്ച് പറയുന്നതല്ല. അവനുണ്ടാക്കുന്ന ഫുഡൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി ഫുഡാണ്. അത് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കഴിക്കുകയൊക്കെ ചെയ്തു. ഇതിന് മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നത്. പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്കിന് എല്ലാവരും കഴിച്ചു. അച്ചായനും വന്ന് കഴിച്ചു. അങ്ങനെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.